തന്നെ ആമേ നമുക്ക് അനിൽ എന്ന് പറഞ്ഞ ബ്രദറിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവമേ സുഖി നല്ല കർത്താവേ, റിലീജിയസ് എന്തെങ്കിലും നമുക്ക് എന്താ പറഞ്ഞേ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്റെ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സിസ്റ്റർ ആ നമ്പറിലൂടെ വാട്സപ്പ് നമ്പറാണ്, അതിലൂടെ എന്നോട് സംസാരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് സംസാരിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഷയങ്ങള് ഏറ്റെടുത്ത് നമുക്ക് ഇതിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിനകത്ത് വിട്ടാൽ മതി. അപ്പൊ ഞാൻ മാത്രമല്ല, നമുക്ക് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്, ക്രൈസ്റ്റിന്റെ ചെറിയ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ വിഷയങ്ങൾ വിടുമ്പോൾ അതിനകത്തുള്ള സഹോദരങ്ങളെല്ലാം പ്രാർത്ഥിക്കും. അപ്പം ഞാൻ അതിനു വേണ്ടി അയച്ചുകൊണ്ട് ചോദിച്ചത്, നമുക്ക് ലൈവിലൂടെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല, പറയാനും നമുക്ക് പറ്റത്തില്ലല്ലോ, ലൈവ് അല്ലേ. അതുപോലെ ഒത്തിരി എല്ലാ മെസ്സേജ് നമുക്കറിയാം, ചില പേഴ്സണലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ ആ എല്ലാ വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്ത് ലൈവിൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ക്രൈസ്റ്റ് വാട്സപ്പ് നമ്പറാണ്, ആ വാട്സപ്പ് നമ്പറിനകത്ത് ഷെയർ ചെയ്താൽ മതി. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഓക്കെ, നമുക്ക് അനിൽ ബ്രദറിന് വേണ്ടി